സ്കൂളൊക്കെ തുറന്നു അല്ലേ, നിങ്ങൾ പല ആളുകളും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പലർക്കുള്ള ഒരു ആഗ്രഹമാണ് ഒരു ടൈം ടേബിൾ, ഒരു സ്റ്റഡി ടൈം ടേബിൾ സെറ്റാക്കി തരുമോ, എന്നാൽ ആ സ്റ്റഡി ടൈം ടേബിൾ ഒന്ന് ഫോളോ ചെയ്യാമായിരുന്നു. അങ്ങനത്തെ പല ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്, നിങ്ങളത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടൊരു സ്റ്റഡി ടൈം ടേബിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. വെൽക്കം ടു എജ്യൂപോഡ്, ഇറ്റ്സ് മീ യുവർ നാഫി. എല്ലാവർക്കും മകളെ എജ്യൂപോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. മകൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആരൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ആർക്കൊക്കെ സ്റ്റഡി ടൈം ടേബിൾ ആവശ്യമുണ്ടോ, എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഏത് സമയത്താണ് പഠിക്കാറുള്ളത് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ സ്റ്റഡി ടൈം ടേബിൾ പറയുമ്പോൾ ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ആവശ്യമായൊരു സ്റ്റഡി ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉറക്കവും ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നിങ്ങൾ തന്നെ ഒരു സ്റ്റഡി ടൈം ടേബിൾ സെറ്റാക്കുമ്പോൾ അതിനൊരു എഫക്റ്റീവ്നെസ് കൂടും. ഇനി അങ്ങനെ സെറ്റാക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ യൂസ് ചെയ്യുന്നത്. ഏറ്റവും നല്ലത് നിങ്ങൾ തന്നെ ഒരു സ്റ്റഡി ടൈം ടേബിൾ യൂസ് ചെയ്യുന്നതാണ്. ഇനി ശ്രദ്ധിക്കുക, ഞാൻ ഈ സ്റ്റഡി ടൈം ടേബിൾ പറഞ്ഞിട്ടുണ്ട്, എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ടൈം ടേബിളിൽ നിങ്ങളതായുള്ള മാറ്റങ്ങൾ വരുത്തട്ടോ. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഞാനൊരു സ്റ്റഡി ടൈം ടേബിൾ തന്നിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താം. ഇത് ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളെ 3 കാറ്റഗറി ആക്കി ഡിവൈഡ് ചെയ്യുക. ഈസി, മീഡിയം, ടഫ്. നിങ്ങൾക്ക് ഏതൊക്കെ വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളിൽ ഈസി വിഷയങ്ങളെ കാറ്റഗറി 1 എന്നും, മീഡിയം വിഷയത്തെ കാറ്റഗറി 2 എന്നും, ടഫായുള്ള വിഷയത്തെ കാറ്റഗറി 3 എന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള വിഷയങ്ങളെ നിങ്ങൾ 3 കാറ്റഗറി ആക്കി ക്ലാസിഫൈ ചെയ്യുന്നു: ഈസി, മീഡിയം, ടഫ്. എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണേ. ഉറക്കം, അതായത് മൺഡേ ടു ഫ്രൈഡേ ദിവസങ്ങളിൽ നിങ്ങൾ രാത്രി 10 മണി മുതൽ രാവിലെ 5:30 വരെ ഉറങ്ങാൻ തയ്യാറാവണം. ശ്രദ്ധിക്കണേ, മൺഡേ ടു ഫ്രൈഡേ ദിവസങ്ങളിൽ രാത്രി 10 മണി മുതൽ രാവിലെ 5:30 വരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഉറങ്ങാൻ തയ്യാറാവണം. അപ്പോൾ രാത്രി 10 മണി മുതൽ രാവിലെ 5:30 വരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഉറങ്ങാൻ തയ്യാറാവണം. ഇനി ശനി ഞായറും നിങ്ങൾ പഠിക്കണം, ഞാൻ ഇപ്പം നിർബന്ധിക്കില്ല, ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല, പഠിക്കണമെന്നില്ല. ഇനി ശനി ഞായറും നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രാവിലെ 6:30 എണീക്കണം, അപ്പോഴും ഉറക്കം രാത്രി 10 മണിക്കാണ്. അപ്പോൾ എല്ലാ ദിവസവും രാത്രി 10 മണിക്കെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഉറങ്ങി ശീലിക്കണം. അതായത് 7.5 hours, 7 മണിക്കൂർ ഉറക്കം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ 7.5 hours ഉറങ്ങാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ സെറ്റാക്കുക. 10 മണിക്ക് എല്ലാ ദിവസവും ഉറങ്ങുക. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ 5:30 നിങ്ങൾ എന്ത് ചെയ്യുക, ശനി ഞായർ ദിവസം നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 10 മുതൽ 6:30 വരെ എന്നുള്ളൊരു ടൈം പീരീഡ് സെറ്റ് ചെയ്യുക. ഇനി ഈ ഒരു ടൈം നിങ്ങൾ നോക്കിയേ, എല്ലാ ദിവസവും രാവിലെയും രാത്രിയും നിങ്ങൾ പഠിക്കണം കേട്ടോ. ശ്രദ്ധിക്കണം, എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം, രാവിലെയും രാത്രിയും പഠിക്കണം. രാവിലെ 6 മുതൽ 7 വരെ കാറ്റഗറി 2, അതായത് നമ്മളിന്ന് മീഡിയം സബ്ജക്റ്റിലെ കാറ്റഗറി 2 വിഷയങ്ങൾ നിങ്ങൾ പഠിക്കാം. നിങ്ങൾ രാവിലെ ഏത് വിഷയമാണോ പഠിക്കുന്നത് അതെപ്പോൾ റിവൈസ് ചെയ്യണം, രാത്രി റിവൈസ് ചെയ്യണം. ശ്രദ്ധിക്കണേ, നിങ്ങൾ രാവിലെ ഏത് വിഷയമാണോ പഠിക്കുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, രാത്രി റിവൈസ് ചെയ്യുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 45 മിനിറ്റിൻ്റെ 2 സെഗ്മെൻ്റ് ആക്കി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ രാവിലത്തെ ഇതിന് മാത്രം അല്ലേ, രാവിലെ ആദ്യത്തെ 45 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു വിഷയം പഠിക്കുന്നു. അടുത്ത 45 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത വിഷയമാണ് പഠിക്കുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വിഷയം തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് വരും, മടുപ്പ് വരും. അപ്പോൾ ആദ്യത്തെ 45 മിനിറ്റ്, രാവിലത്തെ ആദ്യത്തെ 45 മിനിറ്റ് ഒരു വിഷയവും, അടുത്ത 45 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത വിഷയമാണ് പഠിക്കേണ്ടത്. ഈ പഠിച്ച 2 വിഷയങ്ങളും രാത്രിയുള്ള ഈ 2.5 മണിക്കൂർ ഇരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. അപ്പോൾ റിവൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾക്ക് നേരെ തിരിക്കട്ടോ, രാവിലെ റിവിഷനും രാത്രി പഠനവും ആക്കാം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മാറ്റങ്ങൾ ഇതിൽ വരുത്താം, നോ പ്രോബ്ലം. ഞാനൊരു സജഷൻ തന്നുള്ളൂ. അപ്പോൾ മൺഡേ നിങ്ങൾ എന്ത് ചെയ്യണം, കാറ്റഗറി 2 വിഷയങ്ങൾ പഠിക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, രാവിലത്തെ 1.5 മണിക്കൂർ 45 മിനിറ്റിൻ്റെ 2 സെഗ്മെൻ്റ് ആക്കി മാറ്റുക. എന്നിട്ട് അതിൽ കുറച്ച് ടോപ്പിക്, ഒരു വിഷയത്തിലെ കുറച്ച് ടോപ്പിക്കും അടുത്ത വിഷയത്തിലെ കുറച്ച് ടോപ്പിക്കും പഠിക്കുക. ഈ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, രാത്രി റിവൈസ് ചെയ്യണം. അപ്പോൾ ഓരോ ദിവസവും നോക്കുക, ട്യൂസ്ഡേ നിങ്ങൾ കാറ്റഗറി 3 പഠിക്കണം, വെനസ്ഡേ നിങ്ങൾ കാറ്റഗറി 1 പഠിക്കണം, തേഴ്സ്ഡേ നിങ്ങൾ കാറ്റഗറി 3 പഠിക്കണം, ഫ്രൈഡേ നിങ്ങൾ കാറ്റഗറി 2 പഠിക്കണം. രാവിലെയും രാത്രി നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ മക്കളെ, നിങ്ങൾ ഓരോ കാറ്റഗറിയിലെയും വിഷയങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക കേട്ടോ. ഓരോ കാറ്റഗറിയിലെയും വിഷയങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ഒരു വിഷയം മാത്രം ഒരു ദിവസം പഠിക്കരുത്, നിങ്ങളത് സെഗ്മെൻ്റ് ആക്കുക. 2 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് 45 മിനിറ്റ് ഒരു വിഷയവും 45 മിനിറ്റ് മറ്റൊരു വിഷയവും. അപ്പോൾ രാത്രി നിങ്ങൾ റിവിഷന് വേണ്ടി യൂസ് ചെയ്യാം. ഇനി നേരെ തിരിക്കട്ടോ, രാത്രി പഠിച്ചിട്ട് രാവിലെ എന്ത് ചെയ്യാം, റിവിഷന് വേണ്ടി യൂസ് ചെയ്യാം. റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ റിവൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ശനി ഞായറും ഞാൻ നിങ്ങളിപ്പോൾ നിർബന്ധിക്കും, ഈ സമയം നിങ്ങൾ ശനി ഞായറും പഠിക്കണമെന്നില്ല. ശനി ഞായർ നിങ്ങൾ എന്ത് ചെയ്തോ, ഒന്ന് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോ. ഇനി നിങ്ങൾക്ക് ശനി ഞായറും പഠിക്കാൻ സമയം കിട്ടുന്നുണ്ടെങ്കിൽ രാവിലെ 7 to 10 വൈകിട്ട് 4 to 7 നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീക്കിൽ ആ ആഴ്ച മൊത്തം പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ശനി ഞായർ നിങ്ങൾ പഠിക്കുന്നത് ഞാൻ ഇപ്പം നിർബന്ധിക്കില്ല, ഈ സമയം സ്കൂൾ തുറന്നിട്ടല്ലേ ഉള്ളൂ. ഈ സ്കൂൾ തുറന്ന സമയം നിങ്ങൾ ശനി ഞായറും പഠിക്കുന്നുള്ള കാര്യം ഞാൻ നിർബന്ധിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ശനി ഞായറും പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 7 to 10 സമയം രാവിലെയും ഈവനിങ് എന്ത് ചെയ്യുക, ആ വീക്കിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചോ, പഠിച്ച കാര്യങ്ങൾ
കാര്യങ്ങൾ മൊത്തം, അത് ആ ആഴ്ച ആദ്യത്തെ 5 ദിവസം നിങ്ങൾ പഠിച്ച മൊത്തം കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഈ രീതിയിൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ, ചിലപ്പം കുറേയൊക്കെ സെറ്റാകും. ഞാൻ പറഞ്ഞ ഇതൊരു മോഡൽ മാത്രമാണ്. നിങ്ങൾക്ക് ഇതിൽ എന്ത് ചേഞ്ച് വേണം വരുത്തട്ടോ, നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് ചേഞ്ച് വേണമെങ്കിലും ഇതിൽ വരുത്താം, നോ പ്രോബ്ലം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചേഞ്ച് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തോ, ഇതിൽ വരുത്തിക്കോ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ഞാനൊരു സാമ്പിൾ തന്നുള്ളൂ. ഇപ്പോൾ ശനി ഞാൻ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ കൂടുതൽ സമയം പഠിക്കാം, ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. ഇനി നിങ്ങൾക്ക് രാവിലെ റിവിഷനും രാത്രി പഠിക്കണമെങ്കിൽ പഠിക്കാം, നിങ്ങളുടെ ഐഡിയക്ക് വിട്ടു. ഞാനൊരു സാമ്പിൾ തന്നാണ്. ഈ ഒരു രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് കുറേയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സെറ്റാൻ പറ്റും. മടി മാറ്റി വെച്ചിട്ട് ഞാൻ പഠിച്ചാലേ മാർക്ക് കിട്ടൂ, ഞാൻ കഷ്ടപ്പെട്ടാലേ മാർക്ക് കിട്ടൂ എന്നൊരു പോസിറ്റീവ് ചിന്തയിൽ പഠിക്കുക. പഠിക്കുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കരുത്. ഇനി നിങ്ങൾ ഫോൺ ഉപയോഗിച്ചിട്ടാണ് പഠിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക, DND മോഡ്, നിങ്ങളുടെ ഫോണിൽ എന്ത് ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഉണ്ട്, DND മോഡ് ഓൺ ആക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫുൾ കോൺസെൻട്രേഷൻ പഠനത്തിലാവണം. ബാക്കി മടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ പഠിച്ചാലേ എനിക്ക് മാർക്ക് കിട്ടൂ, ഞാൻ കഷ്ടപ്പെട്ടാലേ എനിക്ക് മാർക്ക് കിട്ടും എന്നുള്ളൊരു പോസിറ്റീവ് ചിന്തയിൽ അങ്ങോട്ടേക്ക് പഠിച്ചു തുടങ്ങിയാൽ കാര്യങ്ങൾ സെറ്റ് ആവും കേട്ടോ. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ nafi.edu ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയച്ചോ. അപ്പോൾ നിങ്ങൾ പല ആളും ചോദിക്കും ചോദ്യം, സാറേ ഞങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, ടൈം ടേബിൾ സെറ്റായി, ഞങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ വേണം, എവിടെ കിട്ടുക? നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് എഡ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്താൽ കാര്യങ്ങൾ സെറ്റാകും. സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ ഒരു ഫോം ഉണ്ട്, ആ ഫോം ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ nafi.edu എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തോ, മെസ്സേജ് അയച്ചോ. nafi.edu എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തോ, മെസ്സേജ് അയച്ചോ. ഞാൻ എന്ത് ചെയ്യാം, സെറ്റാക്കി തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ഒരു ഫോം ഉണ്ട്, ആ ഫോം ഫില്ല് ചെയ്യുക. കാരണം നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, അതിൻ്റെ ക്ലാസ്സുകൾ കിട്ടണം, നിങ്ങൾക്ക് ഉഷാറായിട്ട് പഠിക്കണമെങ്കിൽ എഡ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ച് എന്നുള്ള ബെസ്റ്റ് സൊല്യൂഷനാണ്. കമൻറ്റ് ബോക്സിൽ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ nafi.edu എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. അപ്പോൾ വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.